മുടി വളരുന്നത് മുടിയുടെ വേരിൽ നിന്നാണോ തുമ്പിൽ നിന്നാണോ? ഒട്ടുമിക്ക പേർക്കും അറിയാം വേരിൽ നിന്നാണെന്ന്, അല്ലെ? എന്നാ മുടിയുടെ തുമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നീളം വയ്ക്കുമെന്ന് പറയുന്നതില് എന്താ ഒരു ലോജിക്ക്? ഹായ് ഡിയേഴ്സ്, ഞാൻ സുകന്യ പട്ടി, ഹെയർ ഡൊണേഷൻ റെക്കോർഡ് ഹോൾഡർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ഉജിര ഹെർബൽസ്. എന്റെ വീഡിയോയുടെ താഴെ ഒരു കുട്ടി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മുടിയുടെ തുമ്പ് മുറിച്ച് ചെത്തിത്തേക്കാത്ത ചുമരിൽ ഉറച്ചു കഴിഞ്ഞാൽ എങ്ങനെ നീളം വെക്കാന്നുള്ളത്. മുടി വളരുന്നത് സ്കാൽപ്പിൽ നിന്നല്ലേ എന്ന്. ശരിയാണ് ആ കുട്ടി പറഞ്ഞത്. മുടി വളരുന്നത് അതിന്റെ വേരിൽ നിന്ന് തന്നെയാണ്. ഇതിനുള്ള ഉത്തരം ഞാനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഒരു കുറ്റിമുല്ല ചെടി, അതിന് നമ്മൾ എന്നും വളമിടണോ വെള്ളം ഒഴിക്കണോ? അത് മുട്ടിടണോ? ഈ മുട്ട് നമ്മൾ കുറച്ചു ദിവസം പറിച്ചു കഴിയുമ്പോൾ പിന്നെ ഇത് മുട്ടിടാണ്ടാവും. പക്ഷെ എന്നും നമ്മള് വെള്ളം ഒഴിക്കുന്നുണ്ട്, ആവശ്യത്തിന് വളവും കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും പിന്നെ മുട്ടിടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഈ കുറ്റിമുല്ലയുടെ തല വെട്ടിക്കളയും. ഈ തല വെട്ടിക്കളഞ്ഞതിന് ശേഷം ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇതിന് ചെറിയൊരു തളിരല ഇടാൻ തുടങ്ങും. ഇത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ തളിരല നന്നായി കുറച്ചും കൂടി വലിപ്പം വെക്കുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവണേ? നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ചാലും വളമിട്ടാലും അത് കട്ട് ചെയ്യേണ്ട സമയത്ത് അതിന്റെ തല കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് പുഷ്പിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യം. നമ്മുടെ മുടിയുടെ തുമ്പ് വെട്ടി കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മുടിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ വെറുതെ മുടിയുടെ തലയിൽ എന്തൊക്കെയോ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ തേച്ചാലും മുടി വളരാനുള്ള കാര്യങ്ങൾ ചെയ്താലും മുടി ഇങ്ങനെ നീണ്ടു പോവായിരിക്കും. പക്ഷെ അതിന് ബലം കുറവായിരിക്കും. മാത്രമല്ല തുമ്പ് പിളരാനും അതുപോലെ തന്നെ തുമ്പ് പൊട്ടിപ്പോവാനും ഒക്കെ കാരണമാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ തുമ്പ് ഒരു 2-3 മാസം കൂടുമ്പോൾ 1 ഇഞ്ച് എങ്കിലും നമ്മൾ വെട്ടി കൊടുക്കണം. നമ്മുടെ മുടി മുറിച്ച ആ അറ്റല്ലേ, മുടിയുടെ അറ്റം പിളരാതിരിക്കാൻ വേണ്ടിയിട്ടും അവിടുന്ന് പൊട്ടിപ്പോവാതിരിക്കാനും അതിന് ബലം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മരുന്നിൽ ഉരയ്ക്കാൻ പറയുന്നത്. മരുന്ന് എന്ന് ഞാൻ പറയുന്നത് ചെത്തി തേക്കാത്ത ചുമരിന്റെ പൂപ്പല് പിടിച്ച ഭാഗം എന്ന് പറയില്ലേ, അവിടെ ഉരയ്ക്കാൻ പറയണത്. നമ്മുടെ ഈ മുടി കട്ട് ചെയ്യണതിനനുസരിച്ച് മാത്രമേ നമുക്കിത് ഹെൽത്ത് ഉണ്ടാവുള്ളൂ, മുടിക്ക് ഹെൽത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അതായത് ഇതിന് ബലം ഉണ്ടാവുള്ളൂ, ആരോഗ്യം ഉണ്ടാവുള്ളൂ മുടിക്ക്. അപ്പോൾ ഇത് എന്റെ അനുഭവവും ഞാൻ പറഞ്ഞു കൊടുത്തവര് ഒരുപാട് റിസൾട്ട് കിട്ടിയതും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പണ്ട് കാലത്ത് മുത്തശ്ശിമാര് മുടിയുടെ തുമ്പ് മുറിച്ച ആദ്യം ചെയ്യണത് എന്താണെന്നറിയോ? ആ മുടിയുടെ തുമ്പുമ്മ എണ്ണ പുരട്ട എന്നുള്ളതാണ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുടിക്ക് ബലം കിട്ടാനും അതായത് തുമ്പ് പിളരാതിരിക്കാനും അത് ഹെൽത്തി ആയിട്ട് വളരാനും വേണ്ടിയിട്ടാണ്. സ്കാൽപ്പ് ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ തുമ്പിന് എപ്പോഴും ബലം ഉണ്ടായിരിക്കണം. അതല്ല നീണ്ടു പോവാണെന്നുണ്ടെങ്കിൽ ആ മുടിക്ക് ഒരു ഹെൽത്ത് ഉണ്ടാവില്ല. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്റെ അടുത്ത വീഡിയോ കാണും വരയ്ക്കും ടാറ്റാ, ബൈ ബൈ.